നിങ്ങള് അറിയാവുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ അവരെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാം. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാരും റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? ചാറ്റ് ബോക്സ് ഒക്കെ ഉണ്ട്. ചാറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ് എന്നാണെങ്കിൽ യെസ്, ഓക്കെ, റെഡിയാണ് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഭയങ്കര ഒരു നല്ലൊരു അവസ്ഥയിലല്ലേ ഇരിക്കുന്നത്. സുബൈക്ക് എണീറ്റു, അല്ലെങ്കിൽ സുബൈന് മുമ്പ് എണീറ്റ ആളുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് നമസ്കരിച്ചിട്ട് ഭയങ്കര ഒരു വൈബിൽ ഇരിക്കുന്ന സമയമാണ് അല്ലെ. പിന്നെ ഖുർആൻ ഓതിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അല്ലെ. അപ്പൊ നമ്മളെ മൈൻഡും നമ്മള് പിന്നെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ഒരു കാം ആൻഡ് കൂളായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ ഇൻഷാല്ലാ സെലക്ട് ചെയ്യാൻ തന്നെ നമ്മൾ കാരണം. ഈ ഒരു സമയത്ത് നമുക്ക് പറയാം. ആ സമയത്ത് എന്ത് പറയുമ്പോഴും നമ്മൾ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മളുടെ ടൈറ്റിൽ അല്ലെ, നമ്മളുടെ ടോപ്പിക് എന്താണെന്നുള്ളത്. കെമിസ്ട്രി ഓഫ് റെപ്പറ്റീഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ റെപ്പറ്റേഷന്റെ കെമിസ്ട്രി എന്താണ്, അതിന് പറയുന്ന ഒരു മാജിക് എന്താണ്, ആവർത്തനത്തിന്റെ ഒരു രസതന്ത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു മാജിക് എന്താണെന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് എന്താണ് ആവർത്തനം എന്നുള്ള സാധനം ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിലേക്ക് വരണം അല്ലെങ്കിൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതിന്റെ പേരിലാണ് എന്താ ഇപ്പൊ അതിന് ചെയ്യാ, യാതൊരുവിധ ഐഡിയയും ഇല്ല. എന്താ ചെയ്യേണ്ടത്, ആരോടാ ചോദിക്കേണ്ടത്, എങ്ങനെയാ വരേണ്ടത്, ഒരു ഐഡിയ ഇല്ല. ആ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന കിട്ടി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന. നമ്മളെല്ലാവരും മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന, നമ്മുടെ മനസ്സിലുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയാണ് അത് അല്ലെ. അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റണേ, അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് മരിക്കാൻ പറ്റണേ എന്നുള്ള സംഭവം. അപ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ +1 കാലത്താണ് എനിക്ക് ഈ ഒരു പ്രാർത്ഥന കിട്ടുന്നത്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത്. അങ്ങനെ ഈ പ്രാർത്ഥന പറയാൻ തന്നെ കുറച്ച് എന്താ വെച്ചാല്, ഈ അനുഗ്രഹം എന്നുള്ള വേർഡ് എനിക്ക് ഫെമിലിയർ ആണ്, എനിക്ക് അറിയുന്ന ഒരു വാക്കാണ്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഇടപഴകി വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. ആ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് എന്താ പറയാ, ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിലൊക്കെ വേദമായിട്ടോ അല്ലെങ്കിൽ വേദങ്ങളുടെ ഭാഷയൊന്നും വലിയ പിടുത്തല്ല. സ്വാഭാവികമായിട്ടും ഹിന്ദു പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. വേദങ്ങളെ ഭാഷയൊന്നും അത്ര പരിചിതമായിരിക്കില്ല. ക്രിസ്ത്യൻ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികൾക്ക് വേദങ്ങളുടെ ഭാഷ കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവം എന്ന് പിടികിട്ടാതെ കുറേ അതിന്റെ പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ട്. എന്താണ് ദൈവത്തിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോ എന്താ എന്നറിയണ്ടായിരുന്നില്ല. അപ്പോ ഈ വേദത്തിന്റെ ഭാഷയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോ അത് അറിയാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുമായിട്ടൊന്ന് മെരുങ്ങാൻ എനിക്ക് ഇത്തിരി സമയം എടുത്തു. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു, ചില സമയങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ തോന്നുന്ന സമയത്ത് ഇങ്ങനെ അത് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറിഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്ന സമയമുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയം, അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചാല് പെട്ടെന്ന് കേൾക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ കേൾക്കുന്ന ബാങ്കുകൾക്കൊക്കെ ഞാൻ അത് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇപ്പോ 3 ബാങ്കാ ഞാൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയും. 4 ബാങ്കോ അല്ലെങ്കിൽ 5 ബാങ്ക് കേൾക്കണമെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ഇതിങ്ങനെ പറയും, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിക്കാനും മരിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ളത്. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ ചിലപ്പോൾ ഓർമ്മ വരുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെ ജുമാന്റെ സമയത്ത് പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്നറിഞ്ഞപ്പോ ജുമാന്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫ്രൈഡേ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ജുമാ ഉള്ള ദിവസമാണ്, ജുമാ കേൾക്കുമ്പോ, ജുമാ ഒക്കെ ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കുമല്ലോ, കോളേജിലൊക്കെ ആകുമല്ലോ. അപ്പൊ എന്നാലും വേണ്ടിയില്ല, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഞാൻ അത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കേട്ടു, പിന്നെ സുബൈന്റെ മുമ്പേ രാവിലെ പുലർച്ചെ സമയത്ത് എണീറ്റാല്
പക്ഷെ ആ സമയം എന്നെ കൊണ്ട് മെരുങ്ങിയില്ല. ഞാൻ സുബഹിന്റെ മുമ്പായിട്ടൊന്നും എണീക്കാൻ എനിക്ക് പറ്റിയില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായി. കാരണം ഈ ഒരു സമയം നന്നായിട്ട് പ്രാർത്ഥന കേൾക്കുംന്ന് അറിഞ്ഞപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായി. പക്ഷെ ആ സമയത്ത് എനിക്ക് എണീക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി. ഓർമ്മ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും വേറെ നമ്മള് ഫ്രീ ആയിട്ടിരിക്കുമ്പോ, ഒന്നും ചെയ്യാത്തൊരു സമയത്ത് നമ്മള് ദിക്റൊക്കെ ചൊല്ലൂലെ, അതേപോലെ എന്റെ മനസ്സിൽ ഈ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ഉണ്ടായി. ഉണ്ടായി, ഉണ്ടായി, ഉണ്ടായി നന്നായിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ പ്രാർത്ഥന ഇങ്ങനെ എനിക്ക് എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്ത്, എപ്പോഴാണോ എനിക്ക് അള്ളാഹിനെ ഓർമ്മ വരുന്നത് ആ സമയത്തൊക്കെ ഞാൻ ഈ പ്രാർത്ഥന ഒരു ദിവസം നന്നായിട്ട് പറയാൻ തുടങ്ങി. ഇപ്പൊ നമ്മളിപ്പോ ദിക്റൊക്കെ എത്രത്തോളം ചൊല്ലും അതേപോലെ റമദാനിലൊക്കെ ദിക്ർ നമ്മൾ എത്രത്തോളം ചൊല്ലൂല്ലേ? അതേപോലെ എവിടെയാണ് പാക്ഡ് ആയിരുന്നു. എവിടെയാണോ ഒഴിവുള്ളത് അവിടെയൊക്കെ ഞാൻ ഇതുകൊണ്ട് കൊണ്ടോയിടും. ഈ പ്രാർത്ഥന ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാന് പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഒരു കുറെ കാലം എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സമയം ഞാന് നമ്മള് ഉറങ്ങിയിട്ടൊന്നും പെട്ടെന്നൊന്നും ഇങ്ങനെ ആ സമയത്തൊന്നും ഈ 2 മണി 3 മണി നേരത്തൊന്നും നമ്മള് ഉണരില്ല. ചെറിയ കുട്ടികളാകുമ്പോ നമുക്കറിയാലോ കുട്ടികള് വിളിച്ചാലും ഉണരില്ല. അങ്ങനത്തെയാണല്ലോ പ്രായം. അപ്പൊ ഒരു ദിവസം എന്തോ അറിയില്ല ഞാൻ അറിയാതെ ഉണർന്നു. ഉണർന്ന് നോക്കുമ്പോ ഒരു 2:30ക്കാണ് എന്റെ ഓർമ്മയില് സമയം. ആ സമയത്ത് ഞാന് ഉണർന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഉണർന്നിട്ടേ ഉള്ളൂ. ഉണർന്നപ്പോ തന്നെ ക്ലോക്കിലേക്ക് നോക്കി ഏകദേശം 2:30 സമയം. പക്ഷെ എന്റെ ഉള്ളിന്ന് ഈ ഒരു പ്രാർത്ഥന ഞാൻ ചുണ്ടുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്റെ ബ്രെയിനും വർക്ക് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ ഉള്ളിന്ന് ആരോ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ. അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഉറക്കം എന്ന് പറഞ്ഞാല് നമ്മളെ കോൺഷ്യസ് മൈൻഡ്, നമ്മളെ ബോധ മനസ്സ് ഏഹ് കുറച്ച് റെസ്റ്റ് എടുക്കുകയും നമ്മളെ ഉപബോധ മനസ്സ് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണല്ലോ. ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ നിന്നാണ് ഒരു ഉപബോധ മനസ്സ് സംസാരിച്ച പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എന്താ അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷെ ഉള്ളിൽ നിന്നാണ് ആ ഒരു സംസാരം വന്നത്. അതേപോലെ ഞാൻ പറയുന്ന അതേപോലെ ഉള്ളിൽ നിന്ന് ഒരു ഇത്തരം അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ജീവിക്കാനും മരിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര അത്ഭുതമായി. കാരണം അത് അപ്പഴേ ഉറങ്ങി. ഞാൻ അപ്പഴേ ഉറങ്ങി. പക്ഷെ എണീറ്റു. രാവിലെ എണീറ്റതിന് ശേഷം ഞാൻ ഇതിൽ തന്നെയായിരുന്നു ചിന്തിച്ചത്. എന്താണ് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന്. കാരണം ഞാൻ അത്രത്തോളം അത് എന്റെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ആ പ്രാർത്ഥന. അപ്പൊ ഞാൻ ഉറക്കത്തിലായപ്പോഴും അത് എന്റെ ഉള്ളിൽ അത് ജീവനോടെ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഉണർന്നപ്പോ തന്നെ അത് എന്നെ അത് ഓർമ്മിപ്പിച്ചതാണ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. ആ ഒരു എന്താ പറയാ തുടർച്ചയായ ആവർത്തനം, ഏഹ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം, ആവർത്തിച്ചൊരു സാധനം അതെന്നെ ഓ അതൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായി. അത് തന്നെയാണ് ഞാന് വിശ്വസിക്കുന്നത്. പടച്ചോൻ ആ ഒരു പ്രാർത്ഥന തന്നെയാണ് എന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ ഒരേ പ്ലാനുകൾ നടത്തുന്നുണ്ടായിരുന്നു. വീട്ടിന്ന് പോരാനും ഞാന് പിന്നെ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ള കുറേ പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു. ആ പ്ലാനൊന്നും വർക്കായില്ല. ഒക്കെ അവിടെ തകർന്ന്, തകർന്ന്, തകർന്ന് പടച്ചോനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യുന്നത് അതിനെ തകർക്കുമ്പോ ഞാൻ വിചാരിച്ചു എന്താ സംഭവിക്കണേ എനിക്ക് അറിയണില്ല. പക്ഷെ അള്ളാന്റെ പ്ലാനായിരുന്നു അവിടെ നടക്കുന്നത്. അത് ഈ ഒരു പ്രാർത്ഥനേന്റെ ശക്തിയാണെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ റിപ്പീറ്റ് ചെയ്ത ഒരു സാധനം എന്നില് എത്രത്തോളാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് എല്ലായിടത്തും ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഞാൻ പറഞ്ഞ പോലെ രസതന്ത്രം അതിന്റെയൊക്കെ അതങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടം. ഒരു കെമിസ്ട്രി റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഒരു കെമിസ്ട്രി എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം ഞാനിങ്ങനെ ചിന്തിച്ചത് എന്താന്ന് വെച്ചാല് 5 നേരം ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു ബാങ്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇന്ന സമയത്തിന് നിസ്കരിച്ചോളി എന്നൊന്നുമല്ല പറയുന്നത്. 5 നേരമായിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബാങ്ക് കേൾക്കുമ്പോ പിന്നെ ഒരു അമുസ്ലിം ആയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാങ്ക് പഠിക്കുന്നത്. എന്റെ വീട് പള്ളിയുടെ അടുത്താണ്. ഏതൊരു അമുസ്ലിം ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ബാങ്കിന്റെ ലിറിക്സ് പിന്നെ ബാങ്കിന്റെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി പഠിക്കുന്നില്ല. അപ്പൊ കുട്ടികളാണെങ്കിലും എഴുതി പഠിക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അത് നിരന്തരം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന നിരന്തരം കേൾക്കുന്ന ഇപ്പൊ ജനഗണമന ആരെങ്കിലും എഴുതി പഠിക്കുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ജനഗണമന നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബൈഹാർട്ടാക്കും. സ്കൂളിലെ പ്രാർത്ഥനകള് ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടാവില്ലേ സ്കൂളില്. അതൊക്കെ നമ്മൾ സ്വമേധയെ പഠിച്ചു പോകുന്ന സാധനമാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോകും. അപ്പൊ അതേപോലെ ഈ 5 നേരത്തെ നമസ്കാരം, 5 നേരത്തെ ഉറക്കെയുള്ള ബാങ്ക് വിളി, അത് നിർബന്ധമായിട്ടും 5 നേരം നമ്മൾ നമസ്കരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നതിൽ എന്താണ് ഇത് ആവർത്തനം നമ്മൾ അതിനകത്ത് ഇങ്ങനെ തറവാക്കുന്നത്. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, 7 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ നമസ്കരിപ്പിക്കുക. 10 വയസ്സാകുമ്പോഴത്തേക്ക് അത് അവർക്ക് അവരുടെ ഹാബിറ്റായി മാറിയിട്ടുണ്ടായിരിക്കും. അവരുടെ ഒരു ശീലമായി മാറിയിട്ടുണ്ടായിരിക്കും അത് അല്ലെ. അപ്പൊ ഒരു 3 വർഷം കൊണ്ട് അത് ശീലമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥനയും അങ്ങനെയാണ്. ഏകദേശം ഒരു 3 വർഷം. ഞാൻ വർഷം ഏത് സംഭവമാണെങ്കിലും എന്നോട് എന്നെ പഠിപ്പിച്ചൊരു സാധനം, പഠിച്ചോനെ പഠിപ്പിച്ച സാധനം വർഷം, മാസം, ഇത്ര കാലം എന്നുള്ളത് 20 കൊല്ലം എന്നൊന്നും പറയണ്ട. അതൊരു കാലഘട്ടമാണ്. നമ്മളിലേക്ക് നമ്മളിൽ എന്ത് മാറ്റം വരുത്തണോ, ആ മാറ്റം വരുത്തുവാനുള്ള ഒരു കാലഘട്ടം, ഒരു ടൈം ഓഫ് പീരിയഡ്, ഒരു പീരിയഡ് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയത്തിന്റെ. ആ സമയത്തിന്റെ ഒരു പീരിയഡ് ആണ് അവിടെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പീരിയഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 വർഷം തോളം ഞാൻ ഈ പ്രാർത്ഥനയും കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ അപ്പൊ അതെന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറി. ആ ഭാഗമായത് എന്നെ അതിന്റെ ഭാഗമാക്കി മാറ്റി. ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു ആവർത്തനം ഞാൻ എല്ലോടത്തും ഇങ്ങനെ ശ്രദ്ധിച്ചു. ഒന്ന് ബാങ്കാണ്, ഒന്ന് പിന്നെ നമസ്കാരാണ്. അതേപോലെ തന്നെ ഖുർആന് വായിക്കാൻ, ഓതാൻ നമ്മളോട് വായിച്ചു തന്നെയാണ്. ഇപ്പൊ റമളാനിൽ നമ്മള് എത്ര ആവർത്തി വായിക്കുന്നു ല്ലേ? ഫുൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എത്ര തവണ വായിച്ചു. വീണ്ടും നമ്മളോടത് ആവർത്തിക്കാനാണ് പറയുന്നത്. ഈ വായിച്ചത് തന്നെ വായിക്കാനാണ് പറയുന്നത്. പിന്നെ വേറൊരു സാധനം നമുക്ക് തരുന്നില്ല. വേറൊരു പുസ്തകം നമ്മൾ ഇത് കുറെ വായിച്ചില്ലേ, ഇനി വേറെ വായിച്ചോളി പറഞ്ഞിട്ട് നമുക്ക് വേറെ തരുന്നില്ല. ഇത് തന്നെയാണ് വായിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ അതിലെ ചരിത്ര സംഭവങ്ങള്, അതിലെ കുറെ ആയത്തുകളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചില ആയത്തുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചില സൂറത്തുകളിൽ തന്നെ, ചില സൂറത്തുകൾ നിനക്കറിയാം, ആ സൂറത്തിലെ ആയത്തുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചരിത്രം ആവർത്തിക്കുന്നുണ്ട്. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അള്ളാഹ് ഇങ്ങനെ മൂസാ നബിന്റെ കഥയാണെന്നുണ്ടെങ്കിലും ഈസാ നബിയുടെ ചരിത്രമാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇസ്ലാം സ്വീകരിച്ച ഒരു പെൺകുട്ടി, അവൾക്ക് അത് പിന്നെ ഖുറാനിൽ ഒരു തെറ്റായിട്ടാണ് അവൾ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവൾ അതിങ്ങനെ നോട്ട് ചെയ്തിരുന്നു. ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോ അതിൽ അത്ഭുതമായിട്ട് തോന്നിയത് എന്താ വെച്ചാല്, അത് ഖുർആൻ പറയുന്നുണ്ട്. അത് ഞാൻ ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുള്ള സംഭവം ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്തത് ആഴത്തിൽ പതിയാൻ വേണ്ടിയിട്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചരിത്രങ്ങൾ ഇതേപോലെ ആവർത്തിക്കുന്നുണ്ട്. ഖുർആനിൽ അതേപോലെ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. മൂസാ നബിയുടെ കഥയാണെങ്കിലും ഈസാ നബിയുടെ കഥയാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ, ഒരു പുസ്തകമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എപ്പോഴും റിപ്പിറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഏ ഏതൊരു എഴുത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ആവർത്തനം ഇല്ലാതിരിക്കുക. ആവർത്തനം ഒരു വിരസതയാണ് അല്ലെ? ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കുക. സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേർഡ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവർത്തന വിരസത ഉണ്ടാക്കും. പക്ഷെ ഏത് സാധനവും അങ്ങനെ തന്നെ വിരസതയിൽ നിന്ന് തന്നെയാണ് നമുക്ക് അതിനെ എന്തും അങ്ങനെ തന്നെയാണല്ലോ, കുറച്ച് ഹാർഡായിരിക്കും. ആ പ്രവർത്തനം ഹാർഡ് മാത്രം അത് നമുക്ക് ഇഷ്ടമില്ലാണ്ടാകും. എന്നാൽ തന്നെ അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ജിമ്മിന് പോണ ഇപ്പൊ ബോയ്സ് ഒക്കെ ഇപ്പൊ ജിമ്മിന് പോവല്ലോ, ഭയങ്കരാണ്. അപ്പൊ 2 ദിവസം കൊണ്ട് ഭയങ്കര ആവേശത്തിൽ പോവായിരിക്കും. 2 ദിവസം കൊണ്ട് മസിൽ വരും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ജിമ്മിൽ പോകണ്ടാവുക. പക്ഷെ ആദ്യത്തെ 2-3 ദിവസമാകുമ്പത്തേക്കും മസിൽസ് ഒക്കെ എല്ലാം കൂടെ വേദന എടുക്കാൻ തുടങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. അത്രയും വിരസത, അത്രയും പ്രയാസം അവർക്ക് ഉണ്ടായിരിക്കും. പിന്നീടാണ് അടുത്ത ആഴ്ചയും കൂടെ കവർ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡാണ്. അതിങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ മാത്രമാണ് എന്തുണ്ടാകുക, റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്തിനും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഈ ചരിത്രം ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നെക്സ്റ്റ് എന്താണ് സൊസൈറ്റിയിൽ വരാൻ പോകുന്ന, സമൂഹത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അത് രാഷ്ട്രീയ തലത്തിലാകട്ടെ, സാമൂഹിക തലത്തിലാകട്ടെ, എന്ത് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ആ ഹിസ്റ്ററി പഠിക്കുന്ന അവര് പറഞ്ഞെന്താന്ന് വെച്ചാല്, ചരിത്രം ആവർത്തിക്കപ്പെടുന്നതാണ്. അത് എന്താണോ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെ ആയിരിക്കും പിന്നീടുള്ള വരുന്ന നൂറ്റാണ്ടുകളിലും സംഭവിക്കുക. പക്ഷെ നൂറ്റാണ്ടുകളിൽ എന്ത് സംഭവിക്കുന്നു, നൂറ്റാണ്ടിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അതിന് മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ ചരിത്രം എന്നുള്ളത് ആവർത്തിക്കുന്ന സാധനമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു സാധനം സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ LGBTQ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ സൊസൈറ്റിക്ക് വരിക? നമുക്കറിയാം. അത് നമുക്ക് മുമ്പ് പറഞ്ഞു തന്ന സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പേടിച്ചിരിക്കുന്നത് അല്ലെ? ഇത് സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ സമൂഹം തകർക്കപ്പെടും എന്നുള്ള സാധനം നമുക്കറിയാം. അതേപോലെ തന്നെ എന്താണോ ചരിത്രത്തിൽ അല്ല സംഭവിച്ചു പോയിട്ടുള്ളത്, അത് നമ്മളുടെ സമൂഹത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അതിന്റെ അതേപോലെ തന്നെ റിഫ്ലക്ഷൻസ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അത് ആവർത്തിക്കപ്പെടുന്ന സാധനമാണ്. അത് ഭയങ്കര ഒരു രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെയും ഞാൻ പിന്നെ അതിങ്ങനെ നോക്കുമായിരുന്നു, എവിടെയാണ് ഇതൊക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ എന്നുള്ള സാധനം. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ ഇങ്ങനെ കിട്ടും. പ്രകൃതിയിലേക്ക് നോക്കിയാൽ കിട്ടും, ആകാശത്തേക്ക് നോക്കിയാൽ കിട്ടും. എവിടെയും നമുക്കത് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഡേയും നൈറ്റും, ദിവസവും പകലും രാത്രിയും ഉണ്ടാകുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് അല്ലെ? ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുമ്പോൾ എന്തുണ്ടാകുന്നു? രാത്രിയും പകലും ഉണ്ടാകുന്നു. ഈ കറക്കം എന്നുള്ളത് ഒരു വട്ടം കറങ്ങുന്നതാണോ?
അതവിടെ നിൽക്കുന്നില്ല, വീണ്ടും അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറങ്ങുക തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നു. നമുക്ക് ഡേയും നൈറ്റും ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ ഈ ഭൂമി തന്നെയാണ് സൂര്യൻ ചുറ്റും കറങ്ങുന്നത്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഒരു വർഷമാകുന്നത് അല്ലെ, 365 ദിവസം എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. അവിടെ ഒരു വർഷം സംഭവിക്കുന്നു. അത് അവിടെ നിൽക്കുന്നുണ്ടോ? വീണ്ടും ഒരു വർഷത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഈ മൂണിന്റെ ചലനാണെന്നുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും, മൂണ് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്, അതിന് കഴിഞ്ഞിട്ട് പിന്നെ അത് നിൽക്കുന്നുണ്ടോ? വീണ്ടും അത് അതേപോലെ തന്നെ സംഭവിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ഒരു കുറച്ചു നേരം അവിടെ നിന്നാൽ എന്ത് സംഭവിക്കും? അത് നിൽക്കുന്നില്ല. അതങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എവിടെയും ഈ ഒരു ചലനം സംഭവിക്കുകയാണ്. എവിടെയും ഈ ഒരു ആവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ആവർത്തനം എന്നത് സാധനം നമുക്ക് എവിടെ നോക്കിയാലും, ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് പ്രകൃതിയിലേക്ക് വരാന്ന് വിചാരിക്കാം. നമ്മളുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ, ഇപ്പോ മഴ സംഭവിക്കുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊരു സൈക്കിളാണ്. മഴ എങ്ങനെയാ ഉണ്ടാകുന്നത്? ഭൂമിയിൽ നിന്ന് വെള്ളം സൂര്യന്റെ ചൂടേറ്റിട്ട് ആകാശത്തേക്ക് നീരാവിയായിട്ട് പോകുന്നു. അവിടെ ഘനീഭവിച്ചിട്ട് അത് വീണ്ടും പിന്നെ മഴയായിട്ട് താഴേക്ക് വരുന്നു. വീണ്ടും അത് ഈ ഒരു സാധനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക അല്ലെ? നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ച സാധനമാണ്. അതേപോലെ സ്കൂളിൽ പഠിച്ചൊരു സാധനമാണ് ലൈഫ് സൈക്കിൾ എന്നുള്ളത്. ഇതൊക്കെ ഈ ഒരു സൈക്കിൾ സാധനമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ആകർഷിച്ചത്. ഇനി കൂടെ ഞാൻ കുറച്ച് എക്സ്ട്രാ വേറെ സാധനങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അന്ന് എനിക്ക് ഈ ലൈഫ് സൈക്കിള്, അതേപോലെ സീസൺസ്, അതേപോലെ സീസൺ അങ്ങനെയാണല്ലോ, ഓരോ കാലങ്ങൾ ഇങ്ങനെ മാറി 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 വരികയല്ലേ, വീണ്ടും അത് പിന്നെയും അത് തന്നെ വരികയാണ്, പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു സുന്നത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാത്തിലും ഇതിങ്ങനെ കാണുന്നുണ്ട്. അത് ഏത് മേഖലയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ ഒരു ജന്തു ഇവിടെ ജീവിച്ചു, അല്ലെങ്കിൽ ഒരു ചെടി ഇവിടെ ഉണ്ടായി. ആ ചെടി പിന്നെ ലൈഫിന്റെ സൈക്കിൾ നമുക്കറിയാലോ. ഒരു പുൽച്ചാടി തിന്നുന്നു, അതിനെ വേറൊരു സാധനം തിന്നുന്നു, അത് അവസാനം മണ്ണായി മാറുന്നു, മണ്ണിൽ നിന്ന് വീണ്ടും അത് വളമായി മാറിയിട്ട് ഒരു ചെടിയായി മാറുന്നു. ഈ ഒരു സാധനം നമുക്കറിയാം അല്ലെ? ഈ സാധനം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ഈ ഊർജ്ജം ഇവിടെ കടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സർക്കിളാണ്. ഈ സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പം ഈ എവിടെ നോക്കിയാലും നമുക്ക് ഈ ആവർത്തനം എങ്ങനെ കാണാൻ പറ്റും? കുറെ കാലം ഇങ്ങനെ നടന്നില്ലേ? അല്ല, എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്, എല്ലാം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു സൈക്കിൾ മോഷനിലാണ്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു അവസ്ഥയിലാണ് ഇത് വീണ്ടും നടക്കുക, വീണ്ടും നടക്കുക. അതിനൊരു ഭയങ്കരമായ ഭംഗിയുണ്ട് അല്ലെ? ഒരു ഒരു വിത്ത്, ഒരു ചെടീനകത്തുള്ള ഒരു വിത്ത് എന്ന് പറയണത്, ആ വിത്തിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് ആദ്യം പൂവാവണം അല്ലെ? ഒരു ചെടി വളർന്നു വന്നൊരു പൂവാവണം. ആ പൂവിനകത്താണ് ആ വിത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ആ പൂവിന് പിന്നെ വണ്ടുകളെയോ മറ്റ് പൂമ്പാറ്റകളെയോ ആകർഷിച്ചാൽ മാത്രമേ ഉള്ളൂ എന്തുണ്ടാവുള്ളൂ, പൂമ്പൊടി വേറെ പൂവിലേക്ക് പോകുള്ളൂ അല്ലെ? അവിടെ പരാഗണം നടക്കണം. അത് കഴിഞ്ഞിട്ട് ആ പൂവ് നിന്നും കായ ഉണ്ടായി. ആ കായ ആ സ്ഥലത്ത് തന്നെ വീണ് കഴിഞ്ഞാല് നമ്മൾക്കറിയാലോ, ചെടീന്റെ ചുറ്റും വീണ് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞി പിന്നെ വിത്തുകള് മുളച്ച് ചെടികളാകാറുണ്ട് അല്ലെ? ആ ചെടികളെ നമ്മള് അവിടുന്ന് വേഗം പിഴുതു മാറ്റും. എന്തിനാ? പിഴുത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നടും. എന്തിനാ? ചെടീന്റെ താഴെ തന്നെ നിൽക്കുന്ന, വലിയ പ്ലാന്റിന്റെ താഴെ തന്നെ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടികൾ പെട്ടെന്ന് ഉണ്ടാവില്ല. അത് പിന്നെ നശിച്ചു പോകും, നമുക്കറിയാം. കാരണം എന്താണ്? ആ വലിയ ചെടി അതിന്റെ എല്ലാ സത്തകളും ആ മണ്ണിൽ നിന്നുള്ള എല്ലാ വെള്ളവും വളവും വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു ചെടികൾക്ക് അവിടെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പിഴുത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും അല്ലെ? അപ്പൊ ഈ സാധനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതിൽ നിന്ന് വിത്തുണ്ടാകുന്നു, അത് വേറെ ചെടികളാകുന്നു, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. മനുഷ്യനിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നിലുള്ള ജീനുകൾ എത്രയോ മുമ്പുള്ള പിന്നെ എന്റെ മുത്തച്ഛന്മാരുടെ ഒക്കെ ജീനായിരിക്കും എന്നിലിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ജനറ്റിക്കലി നമ്മൾ സാധനങ്ങൾ പറയില്ലേ, ഈ ജനറ്റിക്കലി DNA സാധനം, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടില്ലേ? DNA, ഞാൻ എന്റെ പിന്നെ പോസ്റ്ററിൽ ആ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ കോവണി പോലത്തെ ആ സ്ട്രക്ചർ, അതിലും ഒരു സ്പൈറലോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതാണ് അതിന് വരുന്നത്. എല്ലായിടത്തും ആ ഒരു മോഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആ സ്പൈറൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ എന്നിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ജീൻ ഉണ്ടല്ലോ, അത് കാലങ്ങൾക്ക് മുമ്പേ എവിടെയൊക്കെയോ എന്റെ മുത്തശ്ശിമാരൊക്കെ ജീനായിരിക്കും. നമുക്കൊക്കെ അങ്ങനെ തന്നെ. അതിങ്ങനെ ഇങ്ങനെ 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 കൈമാറി 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 എന്നിലൂടെ വേറെ ജനറേഷനിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ആ ജീനും അതേപോലെ തന്നെ ഒരു ഒഴുക്ക് ഇവിടെ നടക്കുന്നുണ്ട്, ഒരു യാത്ര ഇവിടെ നടക്കുന്നുണ്ട്, ഒരു ഫ്ലോ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും ആ ഒരു ഫ്ലോ ആണ് സംഭവിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെ ഒരു കോട്ടുണ്ട്, നമ്മളെ പിന്നെ ബ്രൂസ്ലി പറയണ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂലാണ് ഞാനത് കേട്ടത്. പിന്നീട് ഞാനത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാല്, ഒരു കിക്ക്, അദ്ദേഹം അത് കരാട്ടെ അല്ലേ, അങ്ങനെ ഭയങ്കര ഫൈറ്ററാണ് അദ്ദേഹം. ഒരു
ആയോധന കല, ഒരു ഒരു ഫൈറ്റിന്റെ ഒരു കിക്ക്, അത് അങ്ങനത്തെ കുറേ 10,000 കിക്കുകൾ പഠിച്ച ഒരാളെ എനിക്ക് പേടിയില്ല. അദ്ദേഹം പറയുന്നു, വളരെ രസകരമായിട്ടുള്ള ഒരു ഇതാണ്, തോട്ടാണ് കേട്ടോ. 10,000 കിക്കുകൾ പഠിച്ച ഒരാളെ എനിക്ക് പേടിയില്ല. പക്ഷെ ഒരു കിക്ക് തന്നെ 10,000 തവണ ആവർത്തിച്ച് ചെയ്തവനെ എനിക്ക് പേടിയാണ്. ഒരു കിക്ക് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെ നമുക്ക് പേടിയല്ലേ? പേടിയല്ലേ? അയാൾക്ക് ആ കല അയാളിൽ അതങ്ങോട്ട് ലയിച്ചിട്ടുണ്ടായിരിക്കും. അത് ഏത് എക്സ്ട്രീമിൽ പോകാനും അയാൾക്ക് സാധിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയാണ്. ഇപ്പൊ കുക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കുക്കിംഗ് നമുക്ക് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ, നമ്മൾ അതിന്റെ എക്സ്ട്രീമിൽ അങ്ങോട്ട് പോകലാണ് അല്ലെ. കയ്യിലൊക്കെ ഉപ്പും മുളക് മഞ്ഞൾ അങ്ങനെ ഇടലാണ് നമ്മൾ അങ്ങോട്ട് അല്ലെ. അപ്പൊ നമുക്കത് എന്ത് ലെവലിൽ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പൊ ഒരു കല അത് 10,000 തവണ ആവർത്തിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് ഏത് ലെവലിൽ പോകും നമുക്കറിയില്ല. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സൈക്കിൾ ഓട്ടണ കുട്ടികളാകുമ്പോൾ നമ്മൾ സൈക്കിൾ ഓട്ടൽ പഠിക്കുമല്ലോ. ഈ 2 ചക്രത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെഡലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പണിയെടുക്കും. നല്ല പണിയെടുക്കണം ഈ ഒരു സൈക്കിൾ ബാലൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ. ആ ബാലൻസ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ നമ്മൾ അതിനകത്ത്, ചെക്കന്മാര് സൈക്കിളൊക്കെ ഓട്ടണ കണ്ടിട്ടില്ലേ, നിന്നും ഇരുന്നും കടന്നും പിന്നെ എന്താ പിന്നെ എന്തൊക്കെയാ ചെയ്യലേ കുട്ടികൾ, ബാക്കിൽ 2-3 ആൾക്കാരെ കയറ്റിയിട്ടും ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പൊന്തിച്ചൊക്കെ ഇങ്ങനെ പോകാറൊക്കെ കണ്ടിട്ടില്ലേ, സിഗ്സാഗിലൊക്കെ പോണ. അപ്പൊ ഒരു സാധനം നമ്മൾക്ക് അതിന്റെ ബാലൻസ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങോട്ട് അതിലങ്ങോട്ട് വലിയ ആളാവാൻ ശ്രമിക്കും, അതിലാവും എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊരു സാധനവും നമ്മൾ ആ ഒരു സാധനത്തിൽ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് എന്താ അറിയില്ല, അതിൽ വല്ലാത്ത ഒരു അനുഗ്രഹം നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അത് സംഭവിക്കുന്നത് വെച്ചാൽ ബ്രെയിനിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ തലയ്ക്ക് കൊടുക്കുന്ന ഒരു സാധനം, അത് ബ്രെയിനിലൊരു ന്യൂറൽ പാത്വേ തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് എളുപ്പത്തിൽ നമ്മൾ അതിന്റെ ആളായി മാറും. പിന്നെ അങ്ങനെ ഒരു സംഭവം നമ്മളെ ബ്രെയിനിൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിലൂടെ പോകാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ആറ്റോമിക് ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അവിടെയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹാബിറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇപ്പോൾ 5 മണിക്ക് ഒരാൾക്ക് എണീക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എണീക്കുന്നത് എപ്പോഴും 7 മണിക്കാണ്, അയാൾക്ക് കഴിയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, 7 മണിക്ക് എണീക്കുന്ന ആൾ 6:30ക്ക് എണീക്കാൻ ശ്രമിക്കുക. ഒരു മാസം നിങ്ങൾ 6:30ക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് നിങ്ങൾ അലാം വെക്കുക, എന്നിട്ട് നിങ്ങൾ 5:30ക്ക് അലാം വെക്കുക. എന്നിട്ട് ഒരു മാസം നിങ്ങൾ അങ്ങനെ പോയതിനു ശേഷം പിന്നെ 5 മണിക്ക് നിങ്ങൾ 5 മണിയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് വരുത്താൻ പറ്റില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞു 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 മാറ്റങ്ങളിലൂടെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അതിങ്ങനെ നിരന്തരമായി സംഭവിക്കുമ്പോൾ നമ്മളെ തലയിനകത്ത് തന്നെ, നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് നമ്മളിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. അപ്പം ഈ പ്രകൃതിയുടെ ആവർത്തനാണെന്നുണ്ടെങ്കിലും സൂര്യയന്ത്രങ്ങളുടെ ആവർത്തനാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൽ എല്ലാതും തന്നെ നമുക്കറിയാം, ഒന്നിനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ഭൂമി സൂര്യൻ ഭൂമി അടങ്ങുന്ന എല്ലാ ഗോളങ്ങളും സൂര്യനെ വലം വെക്കുന്നു. ഈ സൂര്യൻ അടങ്ങുന്ന ഈ സൗരയൂഥം വേറൊരു ഗാലക്സീനെ, അത് വേറൊരു, ഈ ഗാലക്സികളെല്ലാം കൂടി യൂണിവേഴ്സിനെ എല്ലാതും ഇങ്ങനെ ഈ ഒരു കറക്കം നടന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു റിത്തം ഉണ്ട്, ഒരു താളം ഉണ്ടായിട്ടാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എല്ലായിടത്തും ഈ ഒരു മോഷനാണ് നടക്കുന്നത്, ഈ ഒരു സർക്കുലർ സംഭവമാണ് നടക്കുന്നത്. അതിൽ നിന്നൊരു ഭയങ്കര അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സീക്രട്ടുകൾ ഒളിപ്പിച്ചു വെച്ച പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഈ ഒരു ആവർത്തനം ഈ സർക്കിളിലാണ് അത് അല്ലെ, ഒന്നിൽ നിന്ന് തുടങ്ങി മറ്റൊന്നിലേക്ക് കുറെ ബിന്ദുക്കൾ യോജിച്ചിട്ടാണ് സർക്കിൾ ഉണ്ടാകുന്നത്. അതില് ഒരു പ്രത്യേക മോഷൻ തന്നെ വേണം, അതിൽ നിരന്തരമായ പരിശ്രമമാണ്. അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പായി അല്ലെ. അപ്പൊ ആ നിരന്തരമായ പരിശ്രമമാണ് ഈ സാധനം എന്ന് പറഞ്ഞാല്, സ്റ്റോപ്പില്ല, നിരന്തരമായ പരിശ്രമമാണ്. അതാണ് അതിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഒരു സാധനം. അപ്പൊ അങ്ങനെ നമ്മളൊരു സാധനം റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വമ്പിച്ച രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ സ്ഥിരത ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങൾ അത് സ്ഥിരമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അത് ഭയങ്കര, ഇന്നിപ്പോ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറെ സക്സസ് അവരൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ പറയുന്ന ഒരു വാക്കാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. നിങ്ങൾ ലൈഫിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരൂ, നിങ്ങളുടെ ലൈഫിലേക്ക് സ്ഥിരത കൊണ്ടുവരൂ, നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മളോട് റസൂലുള്ളാഹി എന്നോ ഇത് പറഞ്ഞിട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പോ നമ്മളിപ്പോ ലോഹറിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ഥിരമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നാവണം എന്നുള്ളത്.
സുബൈന്റെ മുമ്പ് 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ ഇത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ ചില ആളുകൾ ഇപ്പൊ ഹദീസുകളിൽ തന്നെ കാണാം, ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അദ്ദേഹം റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു, താബികളുടെ കാലത്തും താബികളുടെ കാലത്തുണ്ട്. നല്ല ഏജ് ഉള്ള ഒരാൾ, നല്ല ആയുസുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനോട് റസൂലുള്ള പറയുന്നുണ്ടായിരുന്നു, റസൂലുള്ളാന്റെ കാലത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത്രയും ഇബാദത്തുകൾ ചെയ്യല്ലേ, അത് നിങ്ങളെ പ്രയാസപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം ഇബാദത്തുകളാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്രായം കൂടി, അദ്ദേഹത്തിന് ഒരുപാട് ആയുസുള്ള വ്യക്തിയായിരുന്നു. അപ്പോ 100 സംതിങ് ഒക്കെ ആയുസുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ലാസ്റ്റിലൊക്കെ ആയപ്പോഴത്തേക്ക് ഈ അന്ന് ചെയ്ത പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ വന്നു. അപ്പൊ അദ്ദേഹം അത് റിയലൈസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അത് ഓർക്കുന്നുണ്ട്, ഇങ്ങനെ റസൂൽ എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്ന്. അപ്പൊ നമുക്ക് ചെയ്യാതെ നിൽക്കാനുള്ള ഒരു ഒഴിവുകഴിവല്ല കേട്ടോ ഇത് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം അത് അതേപോലെ എല്ലാ കാലത്തും നമുക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മള് ആവേശം ഇങ്ങോട്ട് മൂത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട് പലതും കൂടി ചെയ്യും. ആദ്യത്തെ ദിവസം ഉണ്ടായിരിക്കും, അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. ആവേശം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാല് കുട്ടികളെ പഠന വിഷയത്തിലും ഒക്കെയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ പുസ്തകം കിട്ടുമ്പോൾ കറക്റ്റ് ആയിരിക്കും, നോട്ടൊക്കെ ഭയങ്കര പക്കയായിരിക്കും. ദിവസം എടുക്കുന്നത് അന്നൊക്കെ പഠിക്കും. പിന്നെ 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 ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ലോഡാവും. അപ്പൊ ആ സാധനം നമുക്ക് എൻ്റെ ആ ഒരു പിന്നെ വർഷം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര ഇതിൽ ചേഞ്ച് അല്ല ഉണ്ടാവുക. ഡെയിലി ഡെയിലി ഇങ്ങനെ പഠിക്കുക, നോട്ട് പക്കയാവുക, എല്ലാം ക്ലിയർ ആവുക. അപ്പൊ കുട്ടിക്ക് ഭയങ്കര എന്തുണ്ടായിരിക്കും, മാർക്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് ഒരു വിവാദത്തിലെ വിഷയത്തിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ ചെയ്യുന്ന കാര്യം അത് അതേപോലെ നമുക്ക് നിലനിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുക. ഇപ്പൊ ദിക്റുകളൊക്കെ അങ്ങനെ തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദിക്റുകളല്ല നമസ്കാരം നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ട്, നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇത്രയും പറയുക, അറ്റ്ലീസ്റ്റ് നമുക്ക് അത്രയെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമുക്ക് പറയാം. ഇപ്പൊ 70 തവണ റസൂലുള്ള 70 അതിലധികമായിട്ട് പിന്നെ അസ്താഫിറുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അസ്താഫിറുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചർ, അതൊരു സംഭവം ആക്കി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഡെയിലി അതിങ്ങനെ ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൈൻഡ് എത്രത്തോളം ക്ലിയർ ആവും അല്ലെ. 70 തവണ ഒരാള് അസ്താഫിറുള്ള പറയുന്നെങ്കിൽ, ഡെയിലി പറയാ, ജീവിതത്തിൽ പിന്നെ ഒരു പ്രായപൂർത്തി എത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മരണം വരേക്കും. അദ്ദേഹത്തിന്റെ ഹൃദയം എത്രത്തോളം ക്ലിയർ ആവില്ലേ, എന്നും ഇങ്ങനെ ക്ലിയർ ആക്കി. ചോറ് വെച്ച പാത്രം പിന്നെ ചോറ് ഊറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ കഴുകൂലേ, അപ്പൊ തന്നെ കഴുകി വൃത്തിയാക്കൂലേ, അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടിപ്പിടിക്കും അല്ലെ, ഭയങ്കര പാടായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കഴുകി വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനുള്ളതാ. അപ്പൊ അത് കഴുകി വൃത്തിയാക്കി വെക്കും. അതേപോലെ തന്നെ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ മാലിന്യമാണോ നമ്മളെ ഹൃദയത്തിലേക്ക് വന്നിട്ടുള്ളത് അതിനെയൊക്കെ അവിടെ അസ്താഫിറുള്ള കൊണ്ട് ശുദ്ധമാക്കിക്കൊണ്ട് അടുത്ത ദിവസത്തിലേക്ക് കിടക്കുക. അപ്പൊ അതങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിൽ അത് ഭയങ്കര ചേഞ്ചസ് കാണിക്കും. നമുക്കത് ശരിക്കും അങ്ങനത്തെ ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ നല്ലത് മാത്രമേ വരുള്ളൂ. ഇപ്പൊ ദിക്റ് നമ്മൾ പറയും, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പൊ ഹൃദയങ്ങൾ ശാന്തമാവണമെങ്കിൽ ദിക്റ് വേണമെന്നുള്ളത്. അപ്പൊ അത് നിരന്തരം കൊടുക്കുന്ന ഒരാൾക്ക്, നിരന്തരം ദിക്റ് കൊടുക്കുന്ന ഒരാളുടെ ഹൃദയം ശാന്തമാവുക ചെയ്യുന്നത്. ശാന്തമായ ഹൃദയത്തിനകത്ത് നിന്ന് എന്തൊക്കെ വരാന്ന് വെച്ചിട്ടാ, ശാന്തമായ ഹൃദയത്തിനകത്ത് നിന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് അത്തരം മനുഷ്യന്മാരുടെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാൻ പറ്റിയാൽ മതി. ആ ഒരു കാറ്റടിച്ചാൽ മതി, ഒരു മണം അടിച്ചാൽ മതി എന്നൊക്കെ പറയില്ല നമ്മള്, അതന്നെ അടിപൊളിയായിരിക്കും. അപ്പൊ അവരുടെ ഫീൽ എന്തായിരിക്കും, അവരുടെ ജീവിതം എന്തായിരിക്കും. അപ്പം ദിക്റുകളാണെങ്കിലും നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ പറയും, നമ്മളെ കൊണ്ട് ആവർത്തിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് പടച്ചോൻ. അപ്പൊ ആ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിന്റെ ഒരു കെമിസ്ട്രി എന്താണ് ഇതിന്റെ ഒരു മാജിക്, അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇത് നമ്മളിൽ എപ്പോഴും ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. അതാ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കിയോട്ടെ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയിലേക്ക് നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഞാൻ പറയാത്ത കുറേ ഉദാഹരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്രകൃതിയാണെങ്കിലും പ്രപഞ്ചമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനകത്താണെന്നുണ്ടെങ്കിലും എന്തിലും എവിടേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു ആവർത്തനം ഒരു സുന്നത്താക്കി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം അത് അതിനകത്ത് എന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിപ്പോ ചില പ്രാർത്ഥനകൾ നമ്മൾ വിടില്ല. അപ്പൊ ഞാനിപ്പോ അടുത്തൊരു സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം പറയാണ്, നമസ്കാരത്തിന്റെ അത്തയ്യാത്തിന് ശേഷമാണ് അദ്ദേഹം അത് പ്രാർത്ഥിക്കാറ്.
അങ്ങനെ ആകുമ്പോൾ അത് മറക്കൂല. ഒരു ദിവസം 5 നേരം ഞാനിത് പ്രാർത്ഥിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രാർത്ഥന എന്റെ അടുത്ത് നിന്ന് വിടൂല, മറന്നു പോകൂല. അപ്പൊ ചില സാധനങ്ങൾ നമ്മളിൽ അത്രയും വേണ്ട കാര്യങ്ങള് ഇതേപോലെ ചില സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്യുക. ഇപ്പം പാരന്റിങ്ങിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, കുട്ടികളായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയം അത് ഇന്ന സമയത്ത് നിങ്ങൾ ഇരുന്നാൽ മതി, ഇന്ന സാധനങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അല്ല, അങ്ങനെ റസൂലുള്ളാന്റെ പിന്നെ സുന്നത്ത് അനുസരിച്ച് നമുക്ക് അത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന സമയത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അത് മറക്കില്ല. അതവിടെ അങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്, ല്ലേ? എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങള്, എണീറ്റ് പാടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്, ഉണർന്ന് കണ്ണ് തുറന്നാൽ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. ഈ സാധനം വേണം. അപ്പൊ എല്ലതും അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, എടുത്തു വെച്ചിരിക്കുകയാണ്. ഓരോന്നും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെ ഇന്ന ഭാഗത്തിനോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് പറയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അത് മറന്നു പോകില്ല. അതവിടെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതിങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നു, എപ്പോഴൊക്കെ നമ്മൾ അത് ഭക്ഷണം കഴിച്ചു കഴിയുന്നു, അതൊക്കെയാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ആവർത്തനം എന്നുള്ളത് അതിനകത്തുള്ള ആ ഒരു സീക്രട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ആവർത്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാ. ഇത് എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാല് എന്റെ പ്രാർത്ഥന അത് ഞാൻ വർഷങ്ങളോളം ആ ഒരു കാലം അത്രത്തോളം കാലം പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ റിസൾട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ്. ഇൻഷാ അള്ളാ അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോ അതെനിക്ക് ഉണ്ടാക്കി തന്ന ഒരു അത്ഭുതം. എന്തോ ഈ ഒരു ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവത്തിനകത്ത് അത് എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിച്ചതായിരിക്കാം അത്. അങ്ങനെ എന്നിലേക്ക് ആ ഒരു പ്രാർത്ഥന അങ്ങോട്ട് റിസൾട്ട് ആയിട്ട് വരികയായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോ ഇതാണ് ഇൻഷാ അള്ളാ ഒരു ആവർത്തനത്തിന്റെ മാജിക് എന്ന് പറയുന്നത്, രസതന്ത്രം എന്ന് പറയുന്നത്, കെമിസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഇഷ്ടായോ? നിങ്ങൾക്കത് എവിടെയെങ്കിലും വർക്ക് ആയിട്ടുണ്ടോ? നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ വല്ലാത്ത കുറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയോ? സയൻസ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ രസതന്ത്രം, കെമിസ്ട്രി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരിക്കും. ലൈഫിൽ ഏതൊരു സാധനമാണെന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ ലൈഫ് നമ്മളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇങ്ങനെ ഉള്ളത്. അതിനൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. വെറും പുസ്തകത്തിനകത്ത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സാധനം ആകാതെ സയൻസിനെ സയൻസായിട്ട് നമുക്ക് അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് അറിയുമ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും ഈ വിഷയത്തിൽ. യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു സാധനമാണ് കിട്ടുക. ഇൻഷാ അള്ളാ. അപ്പൊ ഞാൻ